വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫുഡ് ചാലഞ്ച് ആയിട്ടാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ബിരിയാണിയാണ് ഗൈസ്. ഇവിടെ തോക്കുന്ന ആൾക്കാർക്ക് പണിഷ്മെന്റും ഉണ്ട് കേട്ടോ. അപ്പൊ ഇഞ്ചിയും ലെമണുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഓരോ ഐറ്റം സെലക്ട് ചെയ്തേക്കണം. നമ്മൾ രണ്ടുപേരും ഓരോരുത്തരായിട്ടാണ്. അതായത് ഇഞ്ചി ഇപ്പൊ ചേച്ചിയാണെങ്കിൽ ലെമൺ ഞാൻ സെലക്ട് ചെയ്തേക്കണം. അപ്പൊ ഇൻ കേസ് ചേച്ചി തോക്കുകയാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത ലെമൺ ചേച്ചി കഴിക്കണം. ഞാൻ തോക്കുകയാണെങ്കിൽ ചേച്ചി സെലക്ട് ചെയ്ത ഇഞ്ചി ഞാൻ കഴിക്കേണ്ടി വരും. നമുക്ക് ടൈമർ ഉണ്ട്. നമ്മൾ 3 minutes ആണ് വെച്ചിരിക്കുന്നത്. ഈ 3 minutesനുള്ളിൽ ആരാണ് കഴിച്ച് ജയിക്കുന്നതെന്ന് വെച്ചാൽ അവരാണ് ഇതിൻ്റെ വിന്നർ. തോക്കുന്ന ആള് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കഴിക്കും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ആദ്യം പ്ലേറ്റിലേക്ക് ഇടട്ടെ, എന്നിട്ട് നമുക്ക് ടൈമർ ഓൺ ചെയ്യാം. അപ്പോൾ ഗൈസ് ദേ നമ്മൾ പ്ലേറ്റിലാക്കിയിട്ടുണ്ട് കഴിക്കാനുള്ളത്. പിന്നെ നമ്മളിവിടെ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം കിട്ടത്തില്ല, ഈ ഒരു ഗ്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ലിമിറ്റ് ചെയ്ത് നമ്മൾ കുടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ കഴിച്ചു തുടങ്ങാം. ടൈമർ സ്റ്റാർട്ട് ചെയ്താൽ അപ്പോൾ നമ്മൾ ടൈം സ്റ്റാർട്ട് ആയി കഴിച്ചോ ഗൈസ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ മ്യൂട്ട് ചെയ്തു. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ചധികം സമയം എടുക്കുമല്ലോ അത് കഴിച്ച് തീരാൻ. അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലോയിൽ കഴിക്കുക, സ്പീഡിൽ കഴിക്കുക, അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കാരണം അത് വെറുതെ നിങ്ങളെ കേൾപ്പിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ആ ഒരു ഭാഗം നമ്മൾ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കുക അവസാനം ആരായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. നിങ്ങൾ ഗസ് ചെയ്ത ആളുടെ പേര് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അവസാനം ആരുടെയൊക്കെ കറക്റ്റായി വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഗൈസ്, ഞങ്ങൾ സത്യം പറഞ്ഞാൽ വിചാരിച്ചത് ഇത് ഭയങ്കര സിമ്പിളാണ്, കഴിച്ച് പെട്ടെന്ന് തീർക്കാൻ പറ്റും. അപ്പോൾ അത് കാരണം 1 minute വയ്ക്കാം, അല്ലെങ്കിൽ പോട്ടെ 2 minute വയ്ക്കാം, അതിനുള്ളിൽ എന്തായാലും ഫുൾ ബിരിയാണി കഴിച്ച് തീരും, അത്ര സിമ്പിളാണെന്നും പറഞ്ഞാൽ ഞങ്ങൾ ഇരുന്നേറുന്നത്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചത്ര സിമ്പിളല്ലായിരുന്നു ഗൈസ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഫോൺ ഓപ്പൺ ആക്കി നോക്കിയത്, അതായത് എത്ര മിനിറ്റ് ആയി, ഇനി എത്ര മിനിറ്റും കൂടി ഉണ്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയത്. അപ്പം തന്നെ ഓൾമോസ്റ്റ് 2 minute കഴിഞ്ഞു. അപ്പോഴും ഞങ്ങളുടെ ബിരിയാണി അനങ്ങിയിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ടായിട്ടുള്ളൂ. നിങ്ങൾക്ക് പാത്രം കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പം ഞങ്ങൾ ഓർത്തു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ആരാണോ ഫസ്റ്റ് കഴിച്ച് തീർക്കണം അവർ വിന്നർ ആക്കുന്ന രീതിയിലാക്കാം. അപ്പോൾ ടൈം എടുത്തിട്ടല്ല, പെട്ടെന്ന് പറ്റാവുന്ന അത്ര പെട്ടെന്ന് കഴിച്ച് തീർക്കാം എന്നുള്ള രീതിയിൽ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളോട് അമ്മ വന്നിട്ട് പറയുന്നുണ്ട് വർത്തമാനം പറയാണ്ട് വേഗം കഴിച്ച് തീർക്കുന്നൊക്കെ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ചേച്ചിയുടെ കൈയൊക്കെ പിടിച്ച് നോക്കിയാൽ, കാരണം ചേച്ചിയുടെ ഓൾമോസ്റ്റ് പകുതി ആയിരുന്നു. ഞാനിവിടെ വച്ച് പാട്ടുപാടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3 minute നമ്മൾ വെച്ചായിരുന്നു. അപ്പം 3 minute അലാം അടിച്ചു. അപ്പം നമ്മൾ നിങ്ങളെ കാണിക്കുക 3 minute അടിച്ചു. അപ്പം നമ്മളിനി ആദ്യം ആരാണോ കഴിച്ച് കഴിയണം അവരാണ് വിന്നർ എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ള രീതിയിൽ പറയുമായിരുന്നു. എൻ്റെ കണ്ണാണെങ്കിൽ പകുതിയിൽ കൂടുതൽ ടൈമും ചേച്ചിയുടെ പ്ലേറ്റിലേക്കായിരുന്നു ഗൈസ്. കാരണം എന്താ വെച്ചാൽ ചേച്ചിയുടെ പ്ലേറ്റിൽ പെട്ടെന്ന് തീരുന്നുണ്ട്, എൻ്റെ പ്ലേറ്റിൽ നിന്ന് അനങ്ങുന്ന പോലുമില്ല. അപ്പോൾ എനിക്ക് ടെൻഷനായി തോറ്റു പോകുന്നുള്ള. എന്നിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നില്ല ഗൈസ്, ഞാൻ ഇങ്ങനെ വറാന്ന് പറയുന്നുണ്ട്. പക്ഷെ ചേച്ചി അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ചേച്ചി കൂളായിട്ട് കഴിക്കുക. ഞാൻ എന്നിട്ട് അതിൻ്റെ ഇടയിലും ചേച്ചിനോട് പറയണ്ട്, ചേച്ചി പ്ലേറ്റ് ഒന്ന് പൊക്കി കാണിച്ചു കൊടുത്തേ, അവർ കാണട്ടെ ചേച്ചിയുടെ പ്ലേറ്റിൽ എത്ര ഉണ്ട് ബാക്കി എന്നൊക്കെ ഇങ്ങനെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയും ചേച്ചിനെ ഒന്ന് ടൈം സ്ലോ ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം എനിക്ക് കഴിച്ച് തീരണ്ടേ. ഞാൻ ചേച്ചിനോട് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുക. അപ്പോൾ അത്രയെങ്കിലും സമയം പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയണം. അപ്പോൾ ചേച്ചി ഷീസ് വെരി സ്ലോ, അത്രയും ചെറിയ സെൻറ്റൻസ് പറഞ്ഞ് നിർത്തി. അപ്പോൾ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവാട്ടോ ഗൈസ്. ഞാൻ ഇത്രയും വെള്ളം കുടിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ വെള്ളം ഒരു തുള്ളി പോലും അനക്കിയിട്ടില്ല ചേച്ചി, എന്ന് വെച്ചാൽ കുടിച്ചിട്ടില്ല ചേച്ചി. അപ്പം ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ച് ചേച്ചീനെ എങ്ങനെയെങ്കിലും ലാഗാക്കാൻ നോക്കുക. കാരണം എനിക്ക് ചേച്ചിയുടെ ഒപ്പമെങ്കിലും ഒന്ന് എത്തണ്ടേ. കാരണം ഞാൻ അങ്ങോട്ട് നോക്കുന്നേ, അവിടെ നോക്കി അവിടെ എന്താന്ന് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ചേച്ചിയാണെങ്കിൽ ഗൈസ് അതൊന്നും നോക്കാണ്ട് ചേച്ചി ഫോക്കസ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും ചേച്ചീനെ കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വർത്താനം പറയിപ്പിച്ച് സമയം കളയിപ്പിക്കാൻ നോക്കുക ഗൈസ്. എൻ്റെ ബിരിയാണിയിൽ ചിക്കൻ കൂടുതലായിരുന്നു, എൻ്റെ കയ്യിൽ ബിരിയാണി കൂടുതലായിരുന്നു, ചേച്ചിയുടെ കയ്യിൽ കുറച്ചേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചേച്ചി കട്ടയ്ക്ക് അനങ്ങുന്നുണ്ടായിരുന്നില്ല ഗൈസ്. ചേച്ചി ഫോക്കസ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇതുപോലത്തെ കുറച്ച് ചാലഞ്ചസൊക്കെ ഇനി ചെയ്യാം, ലോങ് വീഡിയോസൊക്കെ ഇടാം എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കും ചെയ്യാനൊരു ഉത്സാഹമായിരിക്കും അങ്ങനെയൊക്കെ. അപ്പം നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക,
കുറേ പേര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടും സ്നേഹമൊക്കെയാണ് നമ്മളെ കൂടുതൽ വീഡിയോസ് ഇടാനും അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ വരുത്താനും കാരണമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക. അപ്പോൾ ഈ വീഡിയോൻ്റെ അകത്ത് കുറേ പോരായ്മകളുണ്ടാവും. നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന ലോങ് വീഡിയോ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. അപ്പോൾ നമ്മളിലുള്ള പോരായ്മകൾ നിങ്ങളൊന്ന് പറഞ്ഞു തരികയാണെങ്കിൽ നമ്മളത് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും കേട്ടോ, അത് കറക്റ്റ് ചെയ്യാനായിട്ട്. നിങ്ങളെല്ലാവരും പറയുന്ന ഓരോ പോരായ്മകളും നമ്മൾ മുന്നിലത്തെ വീഡിയോയിലേക്ക് പോകുമ്പോഴത്തേക്കും കറക്റ്റ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കും കേട്ടോ. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചേച്ചീൻ്റെ അടുത്ത് പറയാം, ചേച്ചി ചിക്കൻ കുറേ വേസ്റ്റ് ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിനോട് പറയുകയാണ് ചിക്കനും ഫുള്ള് കഴിക്കണം, അല്ലാണ്ട് വിന്നർ ആവത്തില്ല എന്നൊക്കെ പറയാം. അപ്പോൾ ചേച്ചി ഓക്കെ ഞാൻ അതും കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരാം, എനിക്ക് കിട്ടിയേക്കുന്ന ലെഗ് പീസാണ്, അപ്പം ഞാൻ അതാണ് ഇനി കഴിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താ, അത് തന്നെ ചേച്ചിയെ തോൽപ്പിക്കണമെന്നുള്ളത്. അപ്പോൾ കിട്ടിയ ചാൻസിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ചേച്ചിയുടെ പാത്രത്തിൽ എല്ലിൽ കുറേ പീസസ് ഇങ്ങനെ വേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചീൻ്റെ അടുത്ത് പറയുക, ചേച്ചി എല്ലൊക്കെ ക്ലീൻ ആയിരിക്കണം, എല്ലിൽ പീസൊന്നും ഇരിക്കാൻ പാടില്ല, എന്നെങ്കിൽ മാത്രമേ വിന്നർ ആവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചേച്ചിയുടെ വായൊക്കെ പൊത്തി പിടിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം ചേച്ചി ഒരു തരി വർത്താനവും പറയുന്നില്ല, ചേച്ചി ഫുൾ ഫോക്കസ് ചെയ്തേക്കുന്ന ഫുഡിൽ മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചീനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ചേച്ചി ഇതേ അവിടെ ഇവിടെയും കിടക്കുന്നുണ്ട് കേട്ടോ, അവിടെ ഇവിടെയും കിടക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയും ചേച്ചീനെ ലാഗാക്കാൻ നോക്കുക. പക്ഷേ ചേച്ചി ഉണ്ടോ എവിടെ ശ്രദ്ധിക്കുന്നു, ചേച്ചി ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ എന്ത് ചെയ്തു, കിട്ടിയ ഗ്യാപ്പിൽ ചേച്ചി പീസ് കഴിക്കണം ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ ഞാൻ മാക്സിമം എങ്ങനെയും ഇറക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചേച്ചി അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്ലേറ്റിലേക്ക് നോക്കുന്നത്. അപ്പോൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഷീ ഈസ് ചീറ്റിംഗ് ഓൺ മീ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ചേച്ചിനോട് പറയാം, ചേച്ചി എൻ്റെ പ്ലേറ്റിൽ ബിരിയാണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, എനിക്ക് ഇത്ര പീസ് ഇനിയും കഴിക്കാൻ കിടക്കുന്നു. ചേച്ചിക്ക് പീസൊക്കെ കഴിഞ്ഞിരുന്നു, ഇനി ആ റൈസ് മാത്രമേ കഴിക്കാനുള്ളൂ. എനിക്ക് പക്ഷെ അങ്ങനെയല്ല, എനിക്ക് റൈസും ഉണ്ട് അതുപോലെ തന്നെ പീസും കിടക്കുക എൻ്റെ പ്ലേറ്റിൽ. പക്ഷെ കുറച്ചൊക്കെ കഴിക്കാനപ്പോഴത്തേക്ക് ഇറക്കാൻ പറ്റാണ്ടായി ഗൈസ്. കാരണം ഞാൻ എൻ്റെ വായിൻ്റെ അകത്ത് മാക്സിമം ഇങ്ങനെ റൈസ് ഫില്ല് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എനിക്ക് ചവയ്ക്കാനുള്ള ഗ്യാപ്പ് പോലും ഇല്ല. എന്നിട്ട് ഞാൻ ചേച്ചീനോട് പറയണ്ട, ചേച്ചി ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാനും അപ്പോൾ അതേ ക്വാണ്ടിറ്റി കൊണ്ടുവരാം, സമാസമത്തിൽ തോൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ബിരിയാണി ചലഞ്ച് ഒരു എൻഡിങ്ങിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ചാലഞ്ചൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ഇടുക. ബാക്കി അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ എന്നെ നേരിട്ട് കണ്ടോളൂ ഗൈസ്. കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ്. ഇത്രയും കൂടെ ഉണ്ട് കഴിക്കാൻ, ചിക്കനും ഇതൊക്കെ. അപ്പോൾ ഗൈസ് ദേ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു, ചേച്ചി ജയിച്ചു, ഞാൻ തോറ്റുപോയി ഗൈസ്. എൻ്റെ കയ്യിൽ ചിക്കൻ പീസ് കൂടുതലായിരുന്നു, ചേച്ചിയുടെ കയ്യിൽ ആകെ കുറച്ച് ചിക്കൻ പീസ് ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. കറക്റ്റ് ക്വാണ്ടിറ്റി അല്ല ഗൈസ് ആയിരുന്നു. പിന്നെ ചേച്ചി വെള്ളം കുടിക്കണ്ടായിരുന്നില്ല ഗൈസ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചോണ്ടിരിക്കണായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് ചലഞ്ച് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ചെയ്ത് കഴിക്കുക, അതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഗൈസ് അത്ര ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ ഇനിയും കൂടുതൽ ചലഞ്ച്, ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്, അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്നും എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ വീഡിയോ. നിൽക്കട്ടെ, നമ്മൾ ഇത് വൈരപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ പണിഷ്മെന്റിന്റെ കാര്യം മറക്കരുത്. പ്രതികാരം നമുക്ക് നാളെ ചെയ്താലും. നമ്മൾ ഇഞ്ചിയാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ കഴിക്കാൻ. ഈ ഒരു ഫുൾ പീസ് ഇഞ്ചി, അത്രയും നല്ല ബിരിയാണി അതാണ് നമ്മുടെ പണിഷ്മെന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജയിക്കണമായിരുന്നു ഗൈസ്. ഞാനത് അതിനു വേണ്ടി കോൺസെൻട്രേറ്റ് നോക്കാം ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും പണിഷ്മെന്റിലേക്ക് പോകാം. കഴിച്ചോളൂ ഗൈസ്, ഇത് ഫുള്ള് കഴിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ പറയാം. ഇതിൽ നിന്ന് ഒരു ബൈറ്റ് എടുത്തിട്ട് അത് ചവച്ചിട്ട് ജ്യൂസ് കുടിക്കുക. ബാക്കി നമുക്ക് കളയാം. സിമ്പിളായിട്ടാ ഗൈസ്, കാണിച്ചു തരും എങ്ങനെയാ കഴിച്ചോളൂ. നമുക്ക് ഈ ഭാഗം വയ്ക്കാം ഗൈസ്. എങ്ങനെയുണ്ട് ടേസ്റ്റ്?
ഇഞ്ചി നല്ലതാണ് ഗൈസ്, വയറിലെ പ്രശ്നങ്ങളൊക്കെ മാറും. ഇതിന് കഴിച്ചോ എന്താ ഗൈസ്? അപ്പൊ നമ്മളെ ചാലഞ്ച് guys, അത് കടിച്ച് ഇറക്കണം ഗൈസ്. കടിക്കാൻ പറ്റില്ല. She's spicy lover, but she can't eat this one. You eat. I can't eat spicy food. അങ്ങനെ നമ്മുടെ പണിഷ്മെന്റ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. Yes, guys. ഗൈസ് അപ്പോ നമുക്ക് ചലഞ്ച് ഒക്കെ കഴിഞ്ഞു. ചേച്ചി ജയിച്ചു, ഞാൻ തോറ്റു. ഞാൻ പണിഷ്മെന്റ് ഒക്കെ കൊടുത്തു, അതും അത് കഴിച്ചു. കഴിഞ്ഞു. അപ്പോ നമ്മളുടെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് അതിന്റെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മളെ ക്ഷമിച്ചൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഗൈസ്. ഞങ്ങൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാനായിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കും. അതെ, ഞങ്ങൾ ഇനിയും ഇതേപോലെ ഫുഡ് ചാലഞ്ച് ആൻഡ് ഡാൻസിങ് വീഡിയോ അങ്ങനെ. അപ്പൊ ഗൈസ് നമ്മള് നമ്മുടെ ഈ ചാലഞ്ച് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാല്ലേ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. അല്ല അപ്പോ നമുക്ക് ഇതേപോലെ വേറെ അടുത്ത അടുത്ത വീഡിയോയിൽ കാണുന്നവര് ഡാൻസിങ് വീഡിയോ അങ്ങനെ അങ്ങനെയല്ല പറയേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ വീഡിയോ ഞാൻ ഇത്രയും ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു. Guys, ബൈ. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ അപ്പൊ ഗൈസ് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. അപ്പൊ ഗൈസ് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. എന്താ നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്?